നമസ്കാരം. ഫണ്ട് 360 പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ശങ്കരൻ നരയൻ, ICICI Prudential AMCയുടെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ. അദ്ദേഹം ഒരു 3-4 ദിവസം മുമ്പ് നടത്തിയിട്ടുള്ള ഒരു പരാമർശത്തെ കുറിച്ചാണ്. അപ്പൊ ഈ ഒരു പരാമർശം വന്നതിൽ പിന്നെ ഒട്ടനേകം നിക്ഷേപകർ വളരെയധികം പരിഭ്രാന്തരായിരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ടൊക്കെ കുറച്ച് SIP ഒക്കെ ചെയ്യുന്നവരൊക്കെ പറയുന്ന പോലെ തന്നെ SIP എന്ന് പറയുന്ന സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എല്ലാ മാസങ്ങളിലോ ക്വാർട്ടർലിയോ ഒക്കെ ആയിട്ട് ഇങ്ങനെ പണം വിട്ടുവിട്ട് പോകുന്ന ഒരു സ്കീമാണ്. അപ്പൊ ഇതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു റിസ്ക് ഒരു പരിധി വരെ നമുക്ക് ഇല്ലാതെ ആക്കാൻ കഴിയും. കൂടാതെ ഒരു 30-40 വർഷങ്ങൾക്ക് ശേഷം നമുക്കൊരു കോർപ്പസ് വേണമെന്നുള്ളവർക്ക് കുറഞ്ഞ റിസ്കിന്റെ അകത്ത് ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയായിട്ടാണ് SIP കണക്കാക്കപ്പെടുന്നത്. ഒരു കോസ്റ്റ് ആവറേജിങ് കൊണ്ടും ഒക്കെ നമുക്ക് മോശമില്ലാത്ത റിട്ടേൺസ് ലഭിക്കും എന്നൊക്കെയാണ് സാധാരണ തരത്തിൽ നമ്മൾ പറയാറുള്ളത്. പക്ഷെ ശങ്കരൻ നരയൻ കുറച്ചും കൂടി ഡേറ്റ എടുത്തും നമ്പേഴ്സും എടുത്തിട്ടും ഒരു കാര്യം പറഞ്ഞു. അതായത് ഈ കാലയളവിലൊക്കെ, കഴിഞ്ഞ കുറച്ച് കാലയളവിലും ഇനി മുമ്പോട്ടുള്ള കുറച്ച് കാലയളവിലും ഒക്കെ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഇന്ത്യൻ നിക്ഷേപകർക്ക് കാര്യമായിട്ട് യാതൊരു ഗുണവുമില്ല എന്ന്. ഇതാണ് പല റീറ്റെയിൽ നിക്ഷേപകരെയും പരിഭ്രാന്തരാക്കിയത്. പ്രത്യേകിച്ച് ഇത് ഇന്ത്യയിലെ മോശമില്ലാത്ത ഒരു ഫണ്ട് ഹൗസിന്റെ ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ പറയുമ്പോൾ അത് മുഖവിലയ്ക്ക് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യം, നിങ്ങൾ മിഡ് ക്യാപ്പിൽ ഇടാൻ വേണ്ടിയിട്ട്, ഒരു മിഡ് ക്യാപ്പ് ഫണ്ടിന് മിഡ് ക്യാപ്പിൽ ഇടാൻ വേണ്ടി നിങ്ങൾ പണം തന്നു കഴിഞ്ഞാൽ ആ പണം ഞങ്ങൾ കൊണ്ടുപോയി മിഡ് ക്യാപ്പിൽ ഇടും. ഞങ്ങൾക്ക് സ്മോൾ ക്യാപ്പ് ഇടാൻ വേണ്ടി പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൊണ്ടുപോയിട്ടത് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ അത് വെച്ചിട്ട് വാങ്ങിക്കും. അതായത് ഈ പറഞ്ഞ എല്ലാം കൊണ്ടുണ്ടാവുന്ന റിസ്ക് ഒക്കെ നിങ്ങളുടെ തലയിൽ തന്നെയാണുള്ളത്. റിസ്ക് ആകെയുള്ളത് നിക്ഷേപകന് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉപോത്ബലകമായിട്ട് അദ്ദേഹം മറ്റൊരു കാര്യവും കൂടി പറഞ്ഞു. നിക്ഷേപകനൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 3-4 വർഷങ്ങളായിട്ട് ആകെ റിസ്ക് എടുക്കുന്നത് ഇക്വിറ്റിയിൽ നിക്ഷേപിക്കുന്നവർ മാത്രമാണ്. എന്തുകൊണ്ട്? പ്രധാനമായിട്ടും ഈ ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് സിസ്റ്റം എന്ന് പറയുന്നതിന്റെ അകത്ത് റീറ്റെയിൽ നിക്ഷേപകരുണ്ട്, ചെറുകിട നിക്ഷേപകർ, പിന്നെയുള്ളത് ഫണ്ട് ഹൗസുകളാണ്, മറ്റൊന്നുള്ളത് കമ്പനികളാണ്, മറ്റൊന്നുള്ളത് ബാങ്കുകളാണ്. അപ്പോൾ ഇവയിൽ ആദ്യം ബാങ്കുകളെ നോക്കുക. ബാങ്കുകൾ ഒരു വലിയൊരു പരിധി വരെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികൾക്ക് കടം കൊടുക്കുന്നത് കുറച്ച് കൊണ്ടുവരുന്നു. അപ്പോൾ അവർ ആ ഒരു മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് കമ്പനികളുടെ ഫിനാൻഷ്യൽ ഡിറ്റീരിയറേഷൻ, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഈ കുറവ് വരുന്നതിൽ നിന്നും ആ ഒരു റിസ്ക് അവർ കാര്യമായിട്ട് എടുക്കുന്നില്ല. രണ്ടാമതായിട്ടുള്ളത് കമ്പനികളാണ്. നമുക്കറിയുന്ന പോലെ തന്നെ സാധാരണ രീതിയിൽ പണ്ടൊക്കെ കമ്പനികൾ പണമില്ലാതെ വരുമ്പോൾ കൂടുതൽ എക്സ്പാൻഷന് വേണ്ടി കടമെടുക്കുക എന്നുള്ള ഒരു സ്കീമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് SME, സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഉൾപ്പെടെയുള്ളവർ കടമെടുക്കുന്നതിന് പകരം ക്യാപിറ്റൽ മാർക്കറ്റിന്റെ അകത്ത് IPO ആയിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇൻട്രസ്റ്റിന്റെ ഒരു ബേർഡനും ഇല്ല, റിസ്ക്കും കുറവാണ്. പക്ഷെ ഈ ഒരു IPOയ്ക്ക് വേണ്ടിയിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ കമ്പനിയുടെ ഷെയറുകളൊക്കെ ഇവിടുത്തെ നിക്ഷേപകരുടെ തലയിലാണ് ആത്യന്തികമായിട്ട് ഇരിക്കുന്നത്. 2024 317 കമ്പനികൾ ഏകദേശം 1.8 ലക്ഷം കോടി IPOയിലൂടെ സമാഹരിച്ചു. അപ്പോൾ ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ നിക്ഷേപിക്കുന്നവർ ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സും റീറ്റെയിലേഴ്സുമാണ്. ആത്യന്തികമായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ എന്ന് നിക്ഷേപിക്കുന്നത് ഇപ്പം ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സ്മോൾ ക്യാപ്പ് കമ്പനിയുടെ IPO വരികയാണെങ്കിൽ നിങ്ങൾ ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ വേണ്ടി കൊടുക്കുന്ന പണം അവർ ആ പണം എടുത്തിട്ട് ഈ ഒരു IPOയിലും നിക്ഷേപിക്കും. മിഡ് ക്യാപ്പ് കമ്പനിയുടെ IPO വരികയാണെങ്കിൽ മിഡ് ക്യാപ്പ് ഫണ്ട് ജനങ്ങളുടെ അടുത്തും പിരിഞ്ഞു കിട്ടുന്ന പണം അതിൽ നിക്ഷേപിക്കും. ആത്യന്തികമായിട്ട് നിക്ഷേപിച്ചത് കൊണ്ട് റിസ്ക് വന്നു ചേരുന്നത് ഈ ഒരു നിക്ഷേപകർക്കാണ്, ആത്യന്തികമായിട്ട് റീറ്റെയിൽ നിക്ഷേപകർക്ക് തന്നെയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. ഇത് പോരാത്തതിന് ഏകദേശം 20,000 കോടി രൂപയോളം, ഈ പറഞ്ഞ 1.8 ലക്ഷം കോടിയിൽ 20,000 കോടി രൂപയോളം ഇവർ ആങ്കർ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടാണ് മിക്ക മ്യൂച്വൽ ഫണ്ടുകളും നിക്ഷേപിച്ചിട്ടുള്ളത്. അപ്പോൾ റിസ്ക് ഒക്കെ ആത്യന്തികമായിട്ട് നിക്ഷേപകന്റെ കയ്യിലാണ്. അപ്പോൾ വിചാരിക്കും പിന്നെ അസറ്റ് മാനേജ് കമ്പനിയുടെ നിലനിൽക്കും. അസറ്റ് മാനേജ്മെന്റ് കമ്പനി നിലനിൽക്കുന്നതിന്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫണ്ട് മാനേജർ കമ്മീഷൻ കൊണ്ടാണ് നിലനിൽക്കുന്നത്. മറ്റ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് സർവീസ് നടത്തുന്ന കമ്പനികളെ പോലെ അവര് പ്രോഫിറ്റിന്റെ പെർസെന്റേജ് വാങ്ങിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഏകദേശം ഒന്ന് തന്നെയാണ്. ആകെയുള്ളത് ആ ഒരു ഫണ്ട് ഹൗസിന്റെ ഒരു ഗ്ലാമർ കുറയും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം. നിക്ഷേപകരെ ഭയപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ചരിത്രത്തിലേക്ക് നോക്കുക. 1995 മുതൽ 2002 വരെയുള്ള കാലയളവിൽ, അതായത് 7 വർഷക്കാലം, ചെറിയ കാലമല്ല, 6 മാസമോ 1 വർഷമൊന്നുമല്ല, ഈ ഒരു കാലയളവിൽ SIP നടത്തിയിട്ടുള്ളവർക്ക് അവർക്ക് റിട്ടേൺസ് നെഗറ്റീവാണ്. അതുപോലെ തന്നെ 94 മുതൽ 2002 വരെയുള്ള കാലം, 8 വർഷക്കാലം, ആ കാലയളവിലുമാണ് നിങ്ങൾ നിക്ഷേപം നടത്തിയിരുന്നതെങ്കിൽ 8 വർഷം നടത്തിയാൽ പോലും നിങ്ങൾക്ക് ഒരു ലാഭവും ലഭിക്കില്ല. അതേപോലെ 2006 മുതൽ 2013 വരെയുള്ള കാലം, ഈ ഒരു 7 വർഷക്കാലം, അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് നഷ്ടം തന്നെയായിരുന്നേ. അപ്പോൾ അദ്ദേഹം ഡേറ്റ വെച്ചിട്ടും ലോജിക്കലുമായിട്ടാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഒട്ടനേകം നിക്ഷേപകർ വളരെയധികം ആശങ്കാകുലരായി. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം, ഇദ്ദേഹം പറഞ്ഞതിന്റെ അകത്ത് വാസ്തവമുണ്ടോ? നമ്മൾ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? ഇനിയിപ്പം SIP എല്ലാം നിർത്തിയിട്ട് വീട്ടിൽ പോകണം എന്നുള്ളതാണ്. അദ്ദേഹം ഈ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം അദ്ദേഹം അത് പിന്നീട് പിൻവലിച്ചു എന്നുള്ളത് മറ്റൊരു കാര്യം.
പക്ഷെ നമുക്ക് അറിയുന്ന പോലെ തന്നെ ആകെ ഒരു സെക്കൻഡ് മാത്രമേ എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും കിടന്നുള്ളെങ്കിൽ പോലും ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല, അതെല്ലാം വിട്ടേ. ഇതിനു മുമ്പ് നമ്മൾ ഇത് പറഞ്ഞത് എന്തുമാത്രം സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനിയുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഒരു ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് പഠിക്കണം. നമ്മൾ അറിയുന്ന പോലെ തന്നെ അസറ്റ് മാനേജ്മെന്റ് കമ്പനി ആണെങ്കിലും ശരി, ആഖ്രി കച്ചവടമാണെങ്കിലും ശരി, വ്യവസ്ഥാപിതമായിട്ട് നടത്തുവാണെങ്കിൽ ഏറ്റവും മിനിമം അതിൻ്റെ അകത്തൊരു 3 വെർട്ടിക്കൽസ് എങ്കിലും വേണം. ഒന്ന് സെയിൽസ് വേണം, മറ്റേത് ഓപ്പറേഷൻസ് വേണം. അസറ്റ് മാനേജ്മെന്റ് കമ്പനിയെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ടീം വേണം. ഇൻവെസ്റ്റ്മെന്റ് ടീമിനെ സംബന്ധിച്ച്, അതായത് ഇൻവെസ്റ്റ്മെന്റ് ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസറൊക്കെ നയിക്കുന്ന ആ ഒരു ടീമിനെ സംബന്ധിച്ചാണെങ്കിൽ അവരാകെ മനസ്സിൽ വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസിനെ കുറിച്ച് മാത്രമാണ്. കാരണം അതാണ് അവരുടെ KPM KRയും ഡിസൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത് കൊണ്ട് തന്നെ. സെയിൽസുകാരെ സംബന്ധിച്ചോ അവരുടെ പെർഫോമൻസോ KPM KRയോ ഒക്കെ ഡിസൈഡ് ചെയ്യുന്നത് എന്തുമാത്രം ഫണ്ട്സ് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇൻഷുറൻസുകാരും ബാക്കിയുള്ള സെയിൽസുകാരൊക്കെ ചെല്ലുന്ന പോലെ പറയും, നിങ്ങൾ SIP നിക്ഷേപിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ ലംസമായിട്ട് നിക്ഷേപിക്കൂ, ഇത്ര പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ 1980 നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇത്ര കോടി ആയേനെ. കൂടാതെ നമ്മുടെ ഒരു മറ്റേ കമ്പനിയായിട്ട് HDFC ആയിട്ട് ഇനിയിപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ICICI ആണ് മെച്ചം, ICICI ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മറ്റതാണ് മെച്ചം എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ ക്യാൻവാസ് ചെയ്തിട്ടാണ് നിക്ഷേപിക്കുന്നത്. അപ്പോൾ സെയിൽസുകാർ അവരുടെ ജോലി ചെയ്യുന്നു, കാരണം അവന്റെ വീട്ടിൽ അടുപ്പ് പുകയണം. അവരങ്ങനെ കുറെ ഫണ്ടും ഒക്കെ ആയിട്ട് കൊണ്ടുവരും. ഈ ഫണ്ട് കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ്മെന്റുകാരുടെ കയ്യിൽ കൊടുക്കും. ഇൻവെസ്റ്റ്മെന്റ് ടീം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നോക്കി നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയുന്ന പോലെ തന്നെ കഴിഞ്ഞൊരു 1-2 മാസങ്ങളായിട്ട് പലരും പല ഫണ്ട് ഹൗസുകളുടെയും നമ്മൾ ഫാക്ട് ഷീറ്റ് എടുത്ത് നോക്കിയാൽ കാണാം 15 മുതൽ 20% വരെയൊക്കെ ലിക്വിഡ് അസറ്റ്സ് ക്യാഷ് ആയിട്ടും ട്രഷറി ബിൽസ് ഹോൾഡ് ചെയ്യുന്ന പല മ്യൂച്വൽ ഫണ്ടുകൾ ഇപ്പോഴും ഉണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, ഇൻവെസ്റ്റ്മെന്റ് ടീമിന് അറിയുന്നില്ല ഈ പണം ഇവിടെ നിക്ഷേപിക്കണമെന്നുള്ളത്. കാരണം ഇൻവെസ്റ്റ്മെന്റ് ടീമിന് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള പല ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജീസും വെച്ചിട്ട് നിക്ഷേപിക്കാൻ പറ്റുന്ന കമ്പനികൾ കഴിഞ്ഞ ഒരു 6 മാസത്തിന്റെ അപ്പുറം കണ്ടെത്താൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. കാരണം കമ്പനികളെ കണ്ടെത്തുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കമ്പനി ഈ ഒരു നിലയിൽ നിന്നും ഒരു പ്രീമിയംസ് വീണ്ടും നേടിയെടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ളതാണ്. ആ ഒരു പ്രീമിയംസ് നേടിയെടുക്കുന്നത് എങ്ങനെയാണ്? നേടിയെടുക്കണമെങ്കിൽ ഏറ്റവും മിനിമം മാക്രോ എക്കണോമിക് ഡാറ്റയെങ്കിലും സപ്പോർട്ട് ചെയ്യണം. ഇവിടെ അതുമില്ല. അപ്പോൾ കിട്ടുന്ന പണം എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടീമാണ്. പക്ഷെ എങ്കിൽ പോലും പണം വന്ന് കുന്നുകൂടുന്നു. റെഗുലേറ്ററി നോംസ് അനുസരിച്ച് മാക്സിമം 20% മാത്രമേ ലിക്വിഡ് അസറ്റ്സ് ആയിട്ട് ഇക്വിറ്റി ഫണ്ട്സിന്റെ അത് സൂക്ഷിക്കാനും കഴിയുള്ളൂ. അപ്പൊ ഇത് ആരെയും കുറ്റം പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഈ നിലയിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാണാൻ കഴിയും ഏതൊരവസ്ഥയിലും FI വിറ്റിട്ട് ഓടിയാലും മാക്രോ എക്കണോമിക് ഡാറ്റ മോശമായാലും ശരി, DI ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും പോസിറ്റീവ് ആയിട്ടാണ് കുറെ കാലമായിട്ട് നിൽക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാണ്, വരുന്ന SIP വരുന്ന ഇൻവെസ്റ്റ്മെന്റ്സ് അവ നിക്ഷേപിക്കാതെ തരമില്ല. അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബ്ലെയിം ഗെയിമാണ് ഈ 2 വെർട്ടിക്കൽസും തമ്മിലുള്ളത്. ഇദ്ദേഹം ചീഫ് ഇൻവെസ്റ്റ്മെന്റ് ഓഫീസർ ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു. പക്ഷെ ഒരു ഒത്തൊരുമയില്ലാത്ത ഒരു കമ്പനി സെയിൽസുകാരോട് അദ്ദേഹം പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ പറയുന്നത്, നിങ്ങൾ ഇനി ഓടി നടന്ന് കാശ് ഇങ്ങോട്ട് കൊണ്ടുവരരുത്, കാരണം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കമ്പനി ഇങ്ങനത്തെ ഒരു മെസ്സേജ് കൊടുക്കുമ്പോൾ സാധാരണ നിക്ഷേപകർ ആ ഒരു കമ്പനിയെ എത്തരത്തിലാണ് നോക്കിക്കാണേണ്ടത് എന്നുള്ള വലിയൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അദ്ദേഹം ഇതിനകത്ത് പറയുന്ന ഒരു കാര്യമുണ്ട് ആ പോസ്റ്റിന്റെ അകത്ത്, I am not able to convince my sales colleagues, so I tried my best to do that but failed miserably. But I believe this is a time for actually even stop small and mid cap SIPs at this point of time because they are so overvalued at this point of time. But I am not able to convince my sales colleagues even. That's where we are. അപ്പോൾ അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ അവരുടെ സെയിൽസ് ടീമിനെ കൺവിൻസ് ചെയ്യിക്കാൻ നോക്കി, നമ്മൾ കൂടുതലായിട്ട് ഫണ്ട്സ് പൂളും ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട്. പക്ഷേ സെയിൽസുകാര് നമുക്കറിയുന്ന പോലെ തന്നെ അവർക്കും കഞ്ഞി കുടിച്ച് ജീവിക്കണം. നിങ്ങൾ പണിയെടുക്കേണ്ട, നിങ്ങൾ ഈ ഫണ്ട് കൊണ്ടുവരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഈ പറഞ്ഞ പോലെ വേരിയബിൾസിനെയും ഇൻസെന്റീവ്സിനെയും ഒക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ഔട്ട്റൈറ്റ് ആയിട്ട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, സോ ഐ ബിലീവ് ദാറ്റ് investors who have started SIPs from 2023 in small and mid caps, they are going to have a very bad experience. I believe this is not even a time to invest in SIPs in small and mid cap. വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പിന്റെ അകത്തും നിക്ഷേപിക്കാൻ പറ്റിയ ഒരു സമയമല്ല ഇത്. 2023 മുതൽ അങ്ങോട്ട് ഇനി അടുത്തൊരു 7 കൊല്ലത്തേക്ക് ഇതിന് മുമ്പുള്ള മാർക്കറ്റ് സൈക്കിൾസ് നോക്കുകയാണെങ്കിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു നിക്ഷേപം നഷ്ടത്തിലേക്ക് കലാശിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് മിഡ് ക്യാപ്പ് ഫണ്ടുകളുടെ കാര്യമാണ്, മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളുടെ കാര്യമല്ല എന്നുള്ളതും കൂടി എടുത്തു പറയട്ടെ. കാരണം കുറെ പേര് ഇത് മിഡ് ക്യാപ്പ് സ്റ്റോക്കുകൾ എന്നാണ് പറയുന്നത്. മിഡ് ക്യാപ്പ് സ്റ്റോക്കിനെ ഒന്നിച്ച് അങ്ങോട്ട് അടച്ചു പറയേണ്ട ആവശ്യമില്ല. എല്ലാ മിഡ് ക്യാപ്പ് സ്റ്റോക്കുകളും ഓവർ വാല്യൂഡ് ആണോ അണ്ടർ വാല്യൂഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരവില്ല. അത് ഒറ്റയ്ക്കിരുന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ചെറുതായിട്ടൊരു ഡാറ്റ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഏകദേശം 50%, 60% ഒക്കെ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് ഇൻഫ്ലോസ് ഉണ്ടായത് ഒരു തിമാറ്റിക് സെക്ടർ വൈസ് ഫണ്ട്സിലാണ്. ജനറൽ ആയിട്ടുള്ള ഇതിനകത്ത് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതിന്റെ അകത്ത് തന്നെ ഇപ്പൊ ഡിസംബർ ഇൻഫ്ലോ ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാൻ കഴിയും ഏകദേശം 1% ഫണ്ട്സും വന്നിട്ടുള്ളത്
വെറും മിഡ് ക്യാപ്പ് എന്നും സ്മോൾ ക്യാപ്പ് എന്നും കാറ്റഗറൈസ് ചെയ്തിട്ടുള്ള ഫണ്ട്സിലേക്ക് മാത്രമാണ് ഇപ്പൊ എല്ലാവരും പ്രിയപ്പെട്ടതാണ്. അപ്പോൾ യാഥാർത്ഥ്യം ഇതാണ്. അദ്ദേഹം ഫണ്ട് മാനേജർ എന്ന രീതിയിൽ ചില യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു, അത് ആ രീതിയിൽ എടുക്കുക. പക്ഷെ ചില ഹിന്റുകളൊക്കെ വളരെ ക്ലിയർ ആണെന്നുള്ള ഒരു കാര്യം കൂടി മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഇതിനു മുമ്പ് ഏകദേശം 1 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ എന്തിൽ നിക്ഷേപിക്കണം എന്നുള്ളത്. അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞു, നമ്മൾ ഡേറ്റ, ഒരു പാസ്റ്റ് ഡേറ്റ, ഹിസ്റ്റോറിക്കൽ ഡേറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം, അടുത്തൊരു കുറച്ച് വർഷങ്ങളിലേക്ക് കൂടുതൽ റിട്ടേൺസ് മിഡ് ക്യാപ്പിനെയും സ്മോൾ ക്യാപ്പിനെയും കമ്പയർ ചെയ്യുമ്പോൾ ലഭിക്കുന്നത് ലാർജ് ക്യാപ്പിനായിരിക്കും. അതിനകത്ത് ലാർജ് ക്യാപ്പിനും വലിയ റിട്ടേൺസ് ലഭിക്കുമെന്നുള്ളതല്ല. നമ്മൾ ലാർജ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, സ്മോൾ ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, മിഡ് ക്യാപ്പ് എന്ന് പറയുന്ന ഒരു ഡൊമൈൻ, ഈ 3 ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മിഡ് ക്യാപ്പിനേക്കാളും ക്യാപ്പിനെ താരതമ്യേന റിട്ടേൺസ് ലഭിക്കുന്നത് ലാർജ് ക്യാപ്പിനായിരിക്കും എന്ന് മാത്രം. അതേസമയം തന്നെ മിഡ് ക്യാപ്പിലാണെങ്കിൽ ശരി, സ്മോൾ ക്യാപ്പിലാണെങ്കിൽ ശരി, ബിസിനസ് തീംസ്, മാനേജ്മെന്റ് ക്വാളിറ്റി, അതുപോലെ ബിസിനസ് പ്രോസ്പെക്ട്സ്, ക്യാഷ് ഫ്ലോ, ഇവയെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു 500 കമ്പനികളെ ലാർജ് ക്യാപ്പെന്നോ മിഡ് ക്യാപ്പെന്നോ സ്മോൾ ക്യാപ്പെന്നോ വീതം എടുത്തിട്ട് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ എല്ലാ സെക്ടറിന്റെ അകത്തുനിന്നും മിനിമം ഒരു 10-15 എണ്ണം വെച്ച് കിട്ടും. പലപ്പോഴും പ്രശ്നം, നമ്മള് പൂച്ച എന്ന് പറയുമ്പോൾ എല്ലാ കളറിലുമുള്ള, എല്ലാ തരത്തിലുമുള്ള, എല്ലാ ബ്രീഡിലും പെട്ട എല്ലാ പൂച്ചേനെയും ഒന്നിച്ച് കാണുന്ന പോലെ കാണുന്നതുകൊണ്ടാണ് പ്രശ്നം. സ്മോൾ ക്യാപ്പ് എന്ന് പറയുമ്പോൾ വെറും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മാത്രം എടുത്തിട്ട് തരംതിരിക്കുന്നു, അല്ലെങ്കിൽ മിഡ് ക്യാപ്പ് എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപ്പ് മാത്രം എടുത്ത് തരംതിരിക്കുന്നു. ചില തല്ലിപ്പൊളി കമ്പനികൾ ഉൾപ്പെടെ എന്തോ കാരണങ്ങൾ കൊണ്ട് വില കൂടി പോയത് കൊണ്ട് മാത്രം ലാർജ് ക്യാപ്പ് ആയി പോയ കമ്പനികളും ഉണ്ട് എന്നുള്ളൊരു സത്യം അവിടെ നിലനിൽക്കുന്നു. അപ്പോൾ നമ്പേഴ്സിന്റെ അകത്തേക്ക് കുറച്ചും കൂടി ഡീപ് ഡൈവ് ചെയ്യുക. വെറും സ്ക്രീനർ മാത്രം തുറന്നു വെച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻസ് എടുക്കാണ്ടിരിക്കുക. ആത്യന്തികമായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അത് മുകളിലേക്ക് തന്നെ പോവുകയുള്ളൂ. താൽക്കാലികമായിട്ടുള്ള ചില ബ്രേക്ക് ഇടലും നിക്കലും ഒക്കെ ഉണ്ടായേക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ മുകളിലേക്കും താഴേക്കൊക്കെ പോയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് 3-4 മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പലരുടെയും കോൺഫിഡൻസ് ഒക്കെ നഷ്ടപ്പെട്ട് ചിലരൊക്കെ ഓടി രക്ഷപ്പെട്ടു. ഇതിനു മുമ്പ് 3-4 മാസങ്ങൾക്ക് മുമ്പൊക്കെ എല്ലാവരും പല സ്റ്റോക്കുകളും, ആരും എടുക്കാത്ത സ്റ്റോക്കുകളൊക്കെ തപ്പി കണ്ടുപിടിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. ഹിഡൻ ജംസ് ഒക്കെ കണ്ടുപിടിക്കുന്ന തിരക്കിലായിരുന്നു. കുറെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും ഹിഡൻ ജംസ്. ഇപ്പൊ ഹിഡൻ ജമ്മിനെയും കാണാനില്ല, ആരെയും ഒന്നും എവിടെയും കാണാനില്ല. അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ക്വാളിറ്റി സ്റ്റോക്സ് ഈ ഒരു ഡൗൺഫോളിൽ കണ്ടുപിടിക്കാൻ നോക്കുക. കഴിഞ്ഞ ഒരു റാലിയിൽ പങ്കെടുത്ത അതേ സെക്ടറുകൾ തന്നെ ഇനി അടുത്തത് ഈ ഒരു ഡൗൺഫോൾ കഴിഞ്ഞ് മുകളിലേക്കുള്ള റാലിയിൽ ഉണ്ടായിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പൊ അതുകൊണ്ട് ഭാവിയിലെ സെക്ടറുകൾ ഏതൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് കൂടി ഒരു പഠനം നടത്താൻ ശ്രമിക്കുക. ആ ഒരു സെക്ടറുകൾ വാങ്ങിക്കാൻ നോക്കുക. സാധാരണ നമ്മൾ സാധാരണ സംഭവിക്കാറുള്ളത്, കഴിഞ്ഞൊരു റാലിയിലുള്ളത് പിന്നത്തെ ഒരു റാലിയിൽ ഉണ്ടാകാറില്ല എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും കണ്ടിട്ടുള്ളത്. അതുകൂടി മനസ്സിൽ വെക്കുക. ഇതോടുകൂടി അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.